ആഹാ, എന്ത് മനോഹരമായ അരുവി! ഒരു പാട്ട് കാച്ചിയേക്കാം. പൂന്തേങ്ങരുവേ പൊന്മുടി പുഴയുടെ അനുചത്തി ലലലലാ ലാലാലാ. എന്താണ് കൊക്കെ, രാവിലെ തന്നെ തുടങ്ങിയോ കഴുതരാഗം? നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. പാടാൻ കഴിവുള്ളവരെ നിനക്ക് പണ്ടേ പുച്ഛമാണല്ലോ. ഇതുപോലെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ഞാനും എന്റെ ചങ്ക് പൂമ്പാറ്റയും മൈൻഡ് ചെയ്യാറില്ല. അതാണ് ഞങ്ങളുടെ വിജയം. അതെ അതെ, അതിരിക്കട്ടെ, എന്താ പരിപാടി? ഞാനൊന്ന് സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാ. അരുവിയുടെ സൗന്ദര്യമോ? അയ്യയ്യേ, അരുവിക്കെന്ത് സൗന്ദര്യമാ ഉള്ളത്? അരുവിയിൽ നോക്കിയാൽ എനിക്കെന്നെ കാണാലോ. ഞാൻ എന്റെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കാൻ വന്നതാ. മനസ്സിലായോ? ഓ, നിന്റെ ഈ പൊങ്ങച്ചം പറച്ചിൽ അങ്ങ് അയൽഗ്രാമങ്ങളിൽ വരെ പാട്ടാണ്. ബാക്കിയുള്ളവർക്ക് തലയുയർത്തി പറക്കാൻ പറ്റുന്നില്ല. ഏയ്, അതിന് ഞാൻ ഇല്ലാത്തതൊന്നും പറയുന്നില്ലല്ലോ. എന്നേക്കാൾ സൗന്ദര്യമുള്ള ഏതവനാടാ ഇവിടെയുള്ളത്? ഈ ലോകത്തൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്ക്. അപ്പോഴേ നിന്റെ അഹങ്കാരത്തിന് അറുതി വരൂ. അവന്റെ ഒരു ഉപദേശം. ഇതൊക്കെ കൊച്ചു പിള്ളേരോട് പോയി പറയണേ. രണ്ടെണ്ണവും രാവിലെ തന്നെ തുടങ്ങിയോ കശപിശ? ആ കാക്കേ, നീയാണ് എന്റെ സൗന്ദര്യം നിലനിർത്തുന്നത്. ആ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാകും. കാക്ക ബ്യൂട്ടി പാർലർ തുടങ്ങിയോ? അതല്ല, എന്റെ സൗന്ദര്യത്തിന് കണ്ണു കിട്ടാതിരിക്കുന്നത് ഇവനെ പോലുള്ള ഒരുത്തൻ ഇവിടെ ഉള്ളത് കൊണ്ടാ. ഓ, നീ ആരാണെന്നാ നിന്റെ വിചാരം? മമ്മൂട്ടിയോ? അങ്ങനെ ചോദിക്കാക്കേ. ഈ അവലക്ഷണം പിടിച്ച കൊക്കിന്റെ കൊക്കുകാരനെ ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. ഇടിച്ച് നിരത്തവന്റെ 1 മീറ്റർ നീളമുള്ള ആ കൊക്ക്. അപ്പൊ നീ ഇതിനകത്തുണ്ടായിരുന്നല്ലടാ? മേലിൽ നിന്നെ ഈ അരുവിയുടെ പരിസരത്ത് കണ്ടുപോയിരുന്നു. ഓ ശരിയാവാനേ. പീക്കിരി മീനെ, നിന്നെ ഞാൻ കൊത്തി അകത്താക്കാത്തത് കഴിവില്ലാത്തത് കൊണ്ടല്ല. പിന്നെ പേടിയുണ്ടായിരിക്കും. അതെ, വയറുവേദന വരുമോ എന്നുള്ള പേടി. ഞാൻ പോകുക. നിങ്ങളെ പോലുള്ള ലോക്കൽസിനോട് സംസാരിക്കാൻ എന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. ടാറ്റാ. ഇവന്റെ ഈ അഹങ്കാരം നിർത്തിക്കാൻ എന്താ ഒരു വഴി?